പഴനിമലയുടെ താഴത്തെ കാഴ്ചകളിലൂടെ ഞാൻ നടക്കുകയാണ്. എന്തോരം തട്ടുകടകളാണെന്നറിയാമോ ഈ ഒരു പ്രദേശത്തുള്ളത്. ശരിക്കും ഇന്ന് ശനിയാഴ്ചയാണ്, പക്ഷേ വലിയ പ്രശ്നങ്ങൾ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം തുറന്നിട്ട് ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഒരു പക്ഷേ കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇത് ഓപ്പൺ ആവുന്നത്. ഏതായാലും ഇതിലിങ്ങനെ നടക്കുമ്പോൾ ഞാൻ കൂടുതൽ കാഴ്ചകൾ, കൂടുതൽ ജീവിത കാഴ്ചകളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. കുറേ ഫ്ലാറ്റുകൾ, അതുപോലെ ഹോട്ടലുകൾ, ലോഡ്ജുകൾ, അത്തരത്തിൽ ഈ ഇടത്ത് വശത്ത് കാണുന്ന മുടി മുറിക്കുന്നതിന്, മുണ്ടനം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള സകല കാര്യങ്ങളും ഒരുക്കി വളരെ നേരത്തെയൊക്കെ ഉള്ളതിനേക്കാളും ഒക്കെ വളരെ പുരോഗമിച്ച ഒരു രീതിയിലൊരു കാഴ്ചകൾ, നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ആണ് ഈ പഴനിയിൽ നമ്മളിപ്പോൾ വരുമ്പോഴത്തേക്ക് കാണിക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ പഴനിമലയിലെ ഈ പ്രദേശത്തെ ഒരു വൃത്തിയാണ്. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇപ്പോൾ ഈ പ്രദേശം കിടക്കുന്നത്. എന്ന് ശരിക്കും തിരക്ക് ഉണ്ടാവേണ്ട ദിവസമാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഏതായാലും വളരെ ശാന്തമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും മുകളിൽ നമ്മൾ മലയിൽ ചെല്ലുമ്പോൾ മിക്കവാറും നല്ല തിരക്കുണ്ടാവാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. ഏതായാലും മുകളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു. തൊട്ടപ്പുറം തന്നെ ഒരു ഹിഡുമ്പൻ കോവിൽ എന്നോ അങ്ങനെ പറഞ്ഞ ഒരു ചെറിയ ഒരു മലയുടെ മുകളിൽ തന്നെയാണ്. അതും അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലൊരു മലയുടെ മുകളിലാണ്. ഏതായാലും ഒരു മലയുടെ നേർക്ക് ഞാൻ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ടേൺ എടുത്താൽ പോവാം. ഈ വഴിയിൽ നിന്ന് ഒന്ന് മാറി, മെയിൻ വഴിയിലൂടെ അവിടെ നിന്നും ഒന്ന് മാറി ഞാൻ കുറച്ച് നടന്നു നോക്കുകയാണ്. ഇത്തരത്തിലൊക്കെ നല്ല രസകരമായിട്ടുള്ള കെട്ടിടങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ മുമ്പിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ, അല്ലെങ്കിൽ ചെറിയ പൂന്തോട്ടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വളരെ സുന്ദരമാക്കിയാണ് വച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ തനതായ തമിഴ്നാടിൻ്റെ കാഴ്ചകളും ഉണ്ട്. അത്തരത്തിലുള്ള കുറേ ഇതാണ് ശരിക്കും ജീവിത കാഴ്ചകളിൽ പെട്ടത്. കാരണം ഇത്രയും വഴിവാണിപ്പക്കാർ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു എന്തോരം ഇവിടെ കച്ചവടം ഇവിടെ കിട്ടുന്നുണ്ടാവും. ഇത്രയും ആൾക്കാർക്ക് ജീവിക്കാനുള്ള, അതായത് ഒരു പ്രദേശത്തെ ആൾക്കാർക്ക് മുഴുവൻ. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പഴനിയിൽ ശരിക്കും നമുക്ക് തമിഴ് ഭാഷയുടെ ഒരു ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടുമുട്ടുന്നതിൽ 10 ഒരാളെങ്കിലും മലയാളിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതായത് പഴയ കാലത്തെ അത്രയും ഒരു പ്രശ്നങ്ങളൊന്നും ഏതായാലും ഇപ്പം ഇല്ല. നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിർവഹിച്ചു. പിന്നെ ഇപ്പോൾ കോവിലൊരു തിരക്ക്, അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് ഞാൻ ഒരു 4-5 കൊല്ലം മുമ്പ് ഇവിടെ പോകുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു ഈ പ്രദേശത്ത്. മുകളിൽ അമ്പലത്തിൽ ചെന്നപ്പോൾ കാലത്ത് ഇവിടെ താഴെ ഇതുപോലത്തെ ശാന്തമാണെന്ന് എങ്കിൽ പോലും ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് ക്യൂ വന്നതിന് ശേഷമാണ് തൊഴാൻ പറ്റിയത്. അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. ഏതായാലും ഞാൻ ഹിഡുമ്പൻ കോവിലിൻ്റെ അങ്ങോട്ട് പോകണില്ലാന്ന് വെച്ചു. മുമ്പിൽ കൊണ്ടുപോയ വഴിയിലൂടെ വീണ്ടും ആ പഴയ വഴിയിലേക്ക് തന്നെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകൾ അതുപോലെയുള്ള കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ. ഹോം സ്റ്റേകൾ അങ്ങനെയുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഏതായാലും കാഴ്ചകളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇവിടെയൊക്കെ മിക്കവാറും കടകളൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു 11 മണിയോളം ആവറായിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ വൈകിട്ടാണോ കടകളൊക്കെ ഓപ്പൺ ആവണേ, അതൊന്ന് തുറക്കാത്തതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ വളരെ തിരക്കുള്ള, വളരെ ലൈവായിട്ടുള്ളൊരു പഴനിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ശാന്തമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഏതായാലും ഞാൻ മെയിൻ റോഡിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുമ്പിൽ കാണുന്നതാണ് നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് ആദ്യം ഇറങ്ങിപ്പോകുന്ന റോഡ്. അവിടെയൊക്കെ ബാരിക്കേഡൊക്കെ വെച്ച് വണ്ടി കയറാത്ത വിധത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാറ്ററി കാറുകൾ മാത്രം ഓടുന്ന കാഴ്ചകളാണ്. കുറച്ച് മുമ്പിലായിട്ട് ഈ ഒരു മണ്ഡപം കാണുന്നുണ്ട്. ഈ ഒരു മണ്ഡപം നമ്മുടെ സിനിമയിൽ ജയറാമേട്ടൻ ഒരാളായിരുന്നു ഷേവ് ചെയ്യുന്ന ഒരു രംഗം ഇതിൻ്റെ അടുത്ത് എവിടെയോ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പഴയ കാഴ്ചകളൊക്കെ മാറിയിരിക്കുന്നു. പുതിയ
ആ മതിലൊക്കെ അവിടെ കെട്ടി വളരെ സുന്ദരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണികൾ മുഴുവൻ തീർന്നിട്ടില്ല, പണികൾ നടക്കുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ആ കാഴ്ചകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ പഴയ ഓർമ്മകൾ, നേരത്തെ ഇവിടെ ഈ തരത്തിൽ ഈ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോഴുള്ള ഒരു ഓർമ്മകൾ പോകണമെന്നോ ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള കാറുകളിൽ ശരിക്കും ഒരു മിനി ബസ് എന്നാണ് പറഞ്ഞത്. ബാറ്ററിയിൽ ഓടുന്ന ആ മിനി ബസ്സുകൾ ഫ്രീ ആയിട്ട് നമുക്കതിൽ യാത്ര ചെയ്യാം. അതുപോലെ ആ പഴനിമലയുടെ അടിവാരത്തെ കാഴ്ചകൾ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമായിട്ട്, അതായത് ഇത്രയും ഒരു മാറ്റങ്ങൾ ഈ ഒരു സ്ഥലത്തിന് വന്നിരിക്കുന്നു എന്നോർത്ത്. അപ്പോൾ ആ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്.